Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇന്ന് ലോക തൊഴിലാളി ദിനം. റേഡിയോ ലൈമിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ലോക തൊഴിലാളി ദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക്. കാനഡയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ ജോലി ചെയ്യാം. വിദേശ വിദ്യാർത്ഥികൾക്ക് ഇനി ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രം ക്യാമ്പസിന് പുറത്ത് ജോലിയെടുക്കാൻ അനുമതി നൽകുന്ന പുതിയ ചട്ടവുമായി കാനഡ. സെപ്റ്റംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. 20 മണിക്കൂറിലധികം പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിച്ചിരുന്ന താൽക്കാലിക നയത്തിന്റെ കാലാവധി ചൊവ്വാഴ്ച അവസാനിച്ചതോടെയാണ് ഇത്. കോവിഡ് കാലത്താണ് ആഴ്ചയിൽ 20 മണിക്കൂറിലധികം ജോലിയെടുക്കാൻ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി സർക്കാർ ഇളവ് നൽകിയത്. രാജ്യത്ത് തൊഴിലാളി ക്ഷാമം നേരിട്ട പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അത്. റുവാണ്ട ബിൽ പാസ്സായതോടെ കുടിയേറ്റക്കാർ ഒളിവിൽ. വെട്ടിലായി ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ. അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള ബിൽ പാസ്സായതോടെ കുടിയേറ്റക്കാർ ഒളിവിൽ. റുവാണ്ട പ്ലാൻ റെഡിയായപ്പോൾ നാടുകടത്തേണ്ട ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ കുറിച്ച് വിവരമില്ലെന്ന് സംബന്ധിച്ച് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട 5700 പേരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത്. നിലവിൽ രാജ്യത്തുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ 2143 പേർ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇവരെക്കുറിച്ച് മാത്രമാണ് അറിവുള്ളതെന്നുമാണ് ഹോം സെക്രട്ടറിയുടെ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നത്. ഇതിന് പുറത്തുള്ളവർ ഒളിവിൽ പോയിരിക്കാനുള്ള സാധ്യതയാണ് നേരിടുന്നത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാർലമെന്റിൽ നാടുകടത്തൽ ബിൽ പാസ്സായതോടെയാണ് അനധികൃത കുടിയേറ്റക്കാർ അപ്രത്യക്ഷരായത്. അതേസമയം ബാക്കിയുള്ള 3557 പേർ മുങ്ങിയതായാകാൻ ഇടയില്ലെന്നും റിപ്പോർട്ട് ചെയ്യുന്നതിലെ പ്രശ്നങ്ങളാകാമെന്നും ഹോം ഓഫീസ് ചൂണ്ടിക്കാട്ടുന്നു. ലണ്ടനിൽ വാളുപയോഗിച്ച് നിരവധി പേരെ ആക്രമിക്കുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത അക്രമിയെ പോലീസ് പിടികൂടി. അക്രമിയെ വാൾ സഹിതം ഹൈനോൾട്ടിൽ നിന്ന് പിടികൂടിയതായി പോലീസ് അറിയിച്ചു. നോർത്ത് ഈസ്റ്റ് ലണ്ടനിലെ വീടിനുള്ളിലേക്ക് വാഹനമിടിച്ചു കയറ്റിയ അക്രമി സമീപത്തുണ്ടായിരുന്നവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നോർത്ത് ഈസ്റ്റ് ലണ്ടനിൽ രാവിലെ 7 മണിയോടെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ 36-കാരനായ പ്രതിയാണ് അറസ്റ്റിലായത്. പ്രകടനം മോശമായ യൂണിവേഴ്സിറ്റികൾക്ക് ഇനി മുതൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുവാദം ലഭിക്കില്ല. പ്രകടനം മോശമായ യൂണിവേഴ്സിറ്റികൾക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിലേക്ക് വരാനുള്ള വിസകൾ നൽകാനുള്ള അധികാരം പിൻവലിക്കണമെന്ന നിർദ്ദേശം മന്ത്രി മൈക്കിൾ ഗോവിന്റെ പിന്തുണ ലഭിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുന്നത് വഴി UK-യിലേക്ക് സ്ഥിരമായി താമസം മാറുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നാണ് മധ്യ വലത് ബുദ്ധി കേന്ദ്രമായ ഓൺവാഡിന്റെ പഠനം പറയുന്നത്. ഇമിഗ്രേഷൻ റൂട്ടായി ഉന്നത വിദ്യാഭ്യാസം മാറുന്നതായി ആശങ്കകൾക്കിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ബ്രിട്ടനിൽ പഠിക്കാനെത്തിയ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും അഭയാർത്ഥിത്വത്തിനായി അപേക്ഷ സമർപ്പിച്ചതിൽ 0.25% പേരും 5 യൂണിവേഴ്സിറ്റികളും ഒരു എഡ്യൂക്കേഷൻ ഏജൻസിയും കേന്ദ്രീകരിച്ച് പഠിക്കാനെത്തിയവരാണ് എന്നാണ് ഹോം ഓഫീസ് കണക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത്. NHS പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ കുത്തനെ കൂട്ടി. കറുത്ത ദിനമെന്ന വിമർശകർ. NHSൽ പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ കുതിച്ചുയരുന്നു. ഇന്നു മുതൽ ചാർജ് വർധനവ് നിലവിൽ വരും. ഓരോ ഇനത്തിനും 10 പൗണ്ട് വർധനവാണ് നിലവിൽ വരുന്നത്. സാധാരണക്കാരുടെ മേൽ കനത്ത ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയായാണ് ഇതിനെതിരെ പൊതുവെ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ഇരുണ്ട ദിനമെന്നാണ് ചാർജ് വർധനവിനെ ഈ രംഗത്ത് വിദഗ്ധർ വിശേഷിപ്പിച്ചത്. കുറിപ്പടിയിലെ ഓരോ ഇനത്തിനും 10 പൗണ്ട് വീതം നൽകേണ്ടി വരുന്ന സാധാരണ രോഗികൾക്ക് ഇത് ഇരുണ്ട ദിനങ്ങളാവുമെന്നും നിരക്ക് വർധനവ് തികച്ചും അസ്വീകാര്യമാണെന്നും റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ചെയർവുമൻ ടേസ് ഒപ്പുട്ടു അഭിപ്രായപ്പെട്ടു. പ്രിസ്ക്രിപ്ഷൻ ചാർജ് വർധനവ് രോഗികൾക്കിടയിൽ കടുത്ത അരാജകത്വം സൃഷ്ടിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ചാർജ് വർദ്ധിപ്പിക്കുന്നത് മൂലം ആളുകൾ ആ മുഴുവൻ ഡോസും ഒഴിവാക്കുന്നതിനോ മേടിക്കാതിരിക്കുന്നതിനോ കാരണമാകുന്നുവെന്ന അഭിപ്രായം ഒട്ടേറെ പേർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ബ്രിട്ടനിലെ ചരിത്രപ്രസിദ്ധമായ സിക്കാമോൾ ഗ്യാപ് ട്രീ നശിപ്പിച്ചതിന് 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. നശിപ്പിച്ചത് 1991 കെവിൻ കോസ്റ്റ്നറും മോർഗൻ ഫ്രീമാനും അഭിനയിച്ച റോബിൻ ഹുഡിൽ ചിത്രീകരിക്കപ്പെട്ട മരം. ബ്രിട്ടനിലെ ചരിത്രപ്രസിദ്ധമായ സിക്കാമോൾ ഗ്യാപ് ട്രീ നശിപ്പിച്ചതിന് 2 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് 38-കാരനായ ഡാനിയൽ ഗ്രഹാമും 31-കാരനായ ആദം കരുത്തേഴ്സും കുറ്റകൃത്യം ചെയ്തത്. മരത്തോട് ചേർന്ന് കിടക്കുന്ന ഹാഡ്രിയന്റെ മതിലിൽ കേടുപാടുകൾ വരുത്തിയതിന് ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മെയ് 15-ന് സൗത്ത് ഈസ്റ്റ് നോർത്തംബർലാൻഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ വച്ചായിരിക്കും കേസിന്റെ വിചാരണ നടക്കുക. നോർത്തംബർലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന സിക്കാമോൾ ഗ്യാപ് ട്രീ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള മരങ്ങളിൽ ഒന്നാണ്. 1991 കെവിൻ കോസ്റ്ററും മോർഗൻ ഫ്രീമാനും അഭിനയിച്ച റോബിൻ ഹുഡ് പ്രിൻസ് ഓഫ് തീവ്സ് എന്ന സിനിമയിലും ഈ മരത്തെ കാണാം. സെപ്റ്റംബർ 28-ന് രാത്രിയിൽ ആരോ മുറിച്ച നിലയിലാണ് സിക്കാമോൾ ഗ്യാപ് ട്രീയെ കണ്ടെത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. KSRTC MDയുടെ പ്രാഥമിക റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലം. വിശദ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി. ബസ്സിലെ CCTV പരിശോധനയിൽ സത്യം തെളിയും.
യദു പോരാട്ടത്തിന്. ബസിന് കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ KSRTC ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻദേവ് MLAയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമേറെയാണ്. ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭാ പ്രമേയം പാസാക്കിയതും CPMന്റെ നിലപാട് വിശദീകരണമാണ്. മേയർക്കെതിരായ നടപടികളൊന്നും KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ KSRTC കള്ളക്കളി നടത്തുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അതായത് KSRTC MDയുടെ റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ്. ഇതിനിടെ ബസിനുള്ളിലെ ക്യാമറകൾ പോലീസ് പരിശോധിക്കും. അശ്ലീല ആംഗ്യം കാട്ടിയതിനുള്ള തെളിവാണ് പോലീസ് തേടുന്നത്. ഇതിൽ നിന്നും സംഭവത്തിലെ യഥാർത്ഥ ചിത്രം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി. ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഉയർന്ന മാർക്കും പണവും തരാം, വിദ്യാർത്ഥിനികൾ ലൈംഗിക വീഴ്ചയ്ക്ക് വഴങ്ങണം. ഇടനിലക്കാരിയായ വനിതാ പ്രൊഫസർക്ക് 10 വർഷം തടവ്. വിദ്യാർത്ഥിനികളെ ഉന്നതർക്ക് വഴങ്ങാൻ നിർബന്ധിച്ച വനിതാ പ്രൊഫസറെ 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് മഹിളാ കോടതി. നിർമ്മലയ്ക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും സംശയത്തിനതീതമായി തെളിഞ്ഞെന്ന് കോടതി വിലയിരുത്തി. 2.45 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. അതൊടുക്കിയില്ലെങ്കിൽ അധികം തടവ് അനുഭവിക്കേണ്ടി വരും. ശ്രീവില്ലിപുത്തൂരിനടുത്തുള്ള അറുപ്പുകോട്ടയിലെ സ്വകാര്യ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് പ്രതി. 2018 കേസിനാസ്പദമായ സംഭവം. അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന നിർമ്മലാദേവി വിദ്യാർത്ഥിനികളോട് ചില ഉന്നതർക്ക് ലൈംഗികമായി വഴങ്ങിക്കൊടുത്താൽ പരീക്ഷകളിൽ ഉയർന്ന മാർക്കും പണവും വാഗ്ദാനം ചെയ്തുവെന്നായിരുന്നു പരാതി. മന്ത്രിമാരുടെയും MLAമാരുടെയും ശമ്പള വർധനവ് ബിൽ വീണ്ടും പൊടിതട്ടിയെടുത്തു സർക്കാർ. ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെയും MLAമാരുടെയും ശമ്പളത്തിൽ 50% വർധനവ് വരുത്തും വിധത്തിലുള്ള ബില്ലിന്റെ കരട് തയ്യാറാക്കാനാണ് നീക്കം. ജൂണിൽ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ജനപ്രതിനിധികളുടെ ശമ്പളവും അലവൻസുകളും പരിഷ്കരിക്കൽ ബിൽ സഭയുടെ പരിഗണനയ്ക്ക് എത്തിയേക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. ചാമ്പ്യൻസ് ലീഗ് സെമി, വിനീഷ്യസ് കരുത്തിൽ റയർ. ബയണിനെതിരായ ആദ്യ പാദം സമനിലയിൽ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ ആദ്യ പാദത്തിൽ ബയൺ മ്യൂണിക് റയൽ മാഡ്രിഡ് മത്സരം സമനിലയിൽ. ബയൺ മ്യൂണിക്കിന്റെ ഗ്രൗണ്ടായ അലയൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ 2-2 എന്ന നിലയിൽ ആദ്യ പാദം അവസാനിച്ചു. റയലിന്റെ 2 ഗോളുകളും വിനീഷ്യസ് ജൂനിയറിന്റെ വകയാണ്. ബയണിനായി ലെറോയ് സെനയും ഹാരി കെയ്നും ഗോളുകൾ നേടി. പെനാൽറ്റി വഴിയാണ് 2 ടീമിന്റെയും ഓരോ ഗോൾ. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് 2ാം സെമി ഫൈനൽ. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും യോഗ്യത നേടിയ PSG-യും ബൊറൂസിയയും വെസ്റ്റ്ഫാലൻ സ്റ്റേഡിയയിൽ നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. സ്പാനിഷ് ടീമുകളായ ബാഴ്സലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകളെ പുറത്താക്കിയതിനു ശേഷമാണ് ഈ 2 ടീമുകളും ഇതുവരെ എത്തിയത്. 2012-13 യൂഗൻ ക്ലോപ്പിന്റെ കീഴിൽ സെമിയിൽ പ്രവേശനത്തിന് ശേഷം ഇതാദ്യമായാണ് മഞ്ഞപ്പട സെമിയിൽ എത്തുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം 12:30 മണിക്ക് ആണ് മത്സരം. ജർമ്മൻ ബുണ്ടസ് ലീഗയിൽ 5ാം സ്ഥാനത്തുള്ള ബൊറൂസിയയ്ക്ക് അടുത്ത തവണ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ്. അതിനാൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി മുതലെടുക്കാൻ അവർ ശ്രമം നടത്തും. മറുവശത്ത് ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ ഭാഗ്യമുദിച്ചിട്ടില്ലാത്ത PSG-യുടെ പ്രതീക്ഷ എംബാപ്പെ, ഉസ്മാൻ ഡെംബാലെ എന്നിവരുടെ സാന്നിധ്യമാണ്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 104.18 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.